ഹായ് ഫ്രണ്ട്സ്, ഈസി മാത്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മുടെ ടോപ്പിക് ലസാഗു അഥവാ LCM. എന്താണ് ഈ ലസാഗു എന്ന് പറഞ്ഞാൽ? ലസാഗുവിന്റെ ഫുൾ ഫോം എന്താ? ലഘുതമ സാധാരണ ഗുണിതം. LCM എന്ന് പറഞ്ഞാൽ ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ. അതായത് രണ്ട് സംഖ്യകളുടെ ഗുണിതങ്ങളിൽ പൊതുവായിട്ട് വരുന്ന ഏറ്റവും ചെറിയ സംഖ്യ, അതാണ് ലസാഗു. ഒരു സംഖ്യയുടെ ഗുണിതങ്ങൾ അല്ലെങ്കിൽ മൾട്ടിപ്പിൾസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇപ്പൊ 3ന്റെ ഗുണിതങ്ങൾ എന്തൊക്കെയാണ്? 3, 6, 9, 12, 15 എന്നിങ്ങനെ പോവും അല്ലേ? ഇതാണ് 3ന്റെ മൾട്ടിപ്പിൾസ് എന്ന് പറയുന്നത്. ഇനി 5ന്റെ ഗുണിതങ്ങളോ? 5ന്റെ ഗുണിതങ്ങൾ എന്ന് പറഞ്ഞാൽ 5, 10, 15, 20, 25 ഇങ്ങനെ പോവും അല്ലേ? ഇനി ഈ 3നും 5നും കോമൺ ആയിട്ട് വരുന്ന ചില ഗുണിതങ്ങൾ ഉണ്ടാവില്ലേ? ഏതൊക്കെയാണ്? ഇവിടെ രണ്ടിലും കോമൺ ആയിട്ട് വരുന്നത് 15 ഉണ്ട് അല്ലേ? അപ്പൊ ഒന്ന് 15, പിന്നെ അടുത്തത് ഏതാ വരിക? പിന്നെ ഇതിൽ വരുന്ന 30 ഉണ്ട്. 25 കഴിഞ്ഞ് ഇവിടെ 30 അല്ലേ? അതും 3ന്റെ ഗുണിതം തന്നെയാണ്. 10, 3, 30 അല്ലേ? അപ്പൊ ഇവിടെ 15, 30 എന്നിങ്ങനെ 3നും 5നും പൊതുവായിട്ട് വരുന്ന കുറച്ച് ഗുണിതങ്ങൾ ഉണ്ടായിരിക്കും അല്ലേ? ഇതിനെയാണ് നമ്മൾ കോമൺ മൾട്ടിപ്പിൾസ് അല്ലെങ്കിൽ പൊതുഗുണിതങ്ങൾ എന്ന് പറയുന്നത്. ഈ പൊതുഗുണിതങ്ങളിൽ വരുന്ന ഏറ്റവും ചെറിയ സംഖ്യ, അതായത് ഇവിടെ 3ന്റെയും 5ന്റെയും പൊതുഗുണിതങ്ങളിൽ ഏറ്റവും ചെറിയ സംഖ്യ 15 ആണ്. ഈ 15 തന്നെയാണ് 3ന്റെയും 5ന്റെയും ലസാഗു എന്ന് പറയുന്നത്. ലസാഗു അഥവാ ലഘുതമ സാധാരണ ഗുണിതം അല്ലെങ്കിൽ ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ. കോമൺ ആയിട്ട് വരുന്ന ഏറ്റവും ചെറിയ മൾട്ടിപ്പിൾ, അതാണ് ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ അല്ലെങ്കിൽ ലോവസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ എന്നൊക്കെ പറയും. ഇപ്പൊ എന്താണ് ലസാഗു എന്ന് ക്ലിയർ ആയല്ലോ. 3ന്റെയും 5ന്റെയും LCM എന്ന് പറയുന്നത് ഇവിടെ 15 ആണ്. അതുപോലെ 4, 6, അതുപോലെ 4ന്റെയും 6ന്റെയും LCM ഏതായിരിക്കും? 4ന്റെ ഗുണിതങ്ങൾ 4, 8, 12, 16 എന്നിങ്ങനെ പോവും അല്ലെ? അതുപോലെ 6ന്റെ ഗുണിതങ്ങളോ? 6, 12, 18 എന്നിങ്ങനെ പോവും. അപ്പൊ ഇതിൽ പൊതുവായിട്ട് വരുന്ന ഏറ്റവും ചെറിയ ഗുണിതം ഏതാണ്? 12 അല്ലെ? അപ്പൊ നമുക്ക് 6ന്റെയും 4ന്റെയും LCM അഥവാ ലസാഗു എന്ന് പറയുന്നത് 12 ആണെന്ന് കിട്ടും. LCM ഈക്വൽ ടു ഇവിടെ 12 അല്ലെ? ക്ലിയർ ആയല്ലോ. ഇനി ഇങ്ങനെ ഗുണിതങ്ങൾ എഴുതിയിട്ടല്ല നമ്മൾ LCM കണ്ടുപിടിക്കുന്നത്. നമ്മൾ സ്കൂളിലൊക്കെ പഠിക്കുന്ന ഒരു മെത്തേഡ് ഉണ്ട് LCM കാണാനായിട്ട്. ഇവിടെ ഇപ്പൊ 4, 8 ഈ രണ്ട് സംഖ്യകളുടെ LCM കാണാനാണെങ്കിൽ നമ്മൾ അതിനെ പൊതുവായിട്ട് വരുന്ന ഫാക്ടേഴ്സ് കൊണ്ട് ഹരിച്ചു നോക്കിയിട്ടാണ് നമ്മൾ LCM അല്ലെങ്കിൽ ലസാഗു കാണുന്നത്. അപ്പൊ ഇവിടെ 4ലും 2ലും പൊതുവായിട്ട് പോകുന്ന സംഖ്യ ഏതാണ്? 2 നോക്കാം. 4 പൊതുവായിട്ട് പോവും അല്ലെങ്കിൽ 2. 2 ആണെങ്കിൽ ഇവിടെ 4ല് 2 തവണ, 8ല് 2 4 തവണ അല്ലെ? ഇനി ഇതിനെ ഒന്നുകൂടി ഹരിക്കാൻ വേണമെങ്കിൽ 1, 4ല് 2. ഇനി ഈ സൈഡിൽ ഇവിടെ കിട്ടുന്ന ഈ സംഖ്യകള്, ഈ 2, 2, 1, 2 ഈ സൈഡിലും താഴെയും വരുന്ന സംഖ്യകളെ തമ്മിൽ ഗുണിച്ചു നോക്കുക. 2 ഇൻറ്റു 2 ഇൻറ്റു 1 ഇൻറ്റു 2. അപ്പൊ എത്രയാണ് വരിക? 8 എന്ന് കിട്ടും അല്ലെ? അപ്പൊ ഈ 8ആണ് ഈ സംഖ്യയുടെ 4, 8 എന്നീ രണ്ട് സംഖ്യകളുടെ LCM അല്ലെങ്കിൽ ലസാഗു എന്ന് പറയുന്നത് 8ആണ്. ഇത് സിമ്പിൾ ആണ്. ഇത് സിമ്പിൾ ആയിട്ട് ഇതിപ്പോ നമുക്ക് ഇങ്ങനെ ചെയ്ത് നോക്കേണ്ട ആവശ്യമില്ല. അല്ലെങ്കിൽ തന്നെ കണ്ടാൽ തന്നെ അറിയാം. ഈ 4, 8 എന്ന സംഖ്യകളുടെയൊക്കെ LCM നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. എങ്ങനെയാണ് ചെയ്യാന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ചെയ്തതാണ്. ഇനി നമുക്ക് മറ്റു കുറച്ച് സംഖ്യകളുടെ LCM കണ്ടുപിടിച്ച് നോക്കാം. ഇത് നമുക്ക് നോക്കാം. 21, 56 ഈ രണ്ട് സംഖ്യകളുടെ LCM എങ്ങനെ കാണുക? ഇത് നമുക്ക് അറിയാം 7ന്റെ ഗുണിതങ്ങളാണ് അല്ലെ? അപ്പൊ നമുക്ക് ഇതിന് ഈ രണ്ടെണ്ണത്തിലും 21ലും 56ലും കോമൺ ആയിട്ട് പോകുന്ന ഒരു സംഖ്യയാണ് 7. അപ്പൊ ഇവിടെ 7 കൊണ്ട് ഹരിച്ചു നോക്കുക. 21നെ 7 കൊണ്ട് ഹരിക്കുമ്പോൾ നമുക്ക് 3 കിട്ടും. 56നെ 7 കൊണ്ട് ഹരിക്കുമ്പോൾ നമുക്ക് 8 കിട്ടും. 7, 8, 56 അതുപോലെ ഇനി ഇതിൽ രണ്ടിലും പൊതുവായിട്ട് പോകുന്ന ഒരു സംഖ്യ ഇല്ല നമുക്ക് അല്ലെ? അപ്പൊ 8നെ വേണമെങ്കിൽ നമുക്ക് ചെറുതാക്കാം. 4 കൊണ്ട് ഹരിക്കുമ്പോൾ ഇവിടെ 8
8നെ 4 കൊണ്ട് ഹരിക്കുമ്പോൾ ഇവിടെ 2 വരും. 3നെ 4 കൊണ്ട് ഹരിക്കാൻ പറ്റില്ല. അപ്പം നമുക്കിവിടെ 3 എന്ന് തന്നെ എഴുതാം. എന്നിട്ട് ഇവിടെ കിട്ടുന്ന സംഖ്യകൾ ഈ 7, 4, 3, 2 എന്നീ സംഖ്യകൾ ഗുണിച്ച് നോക്കുക. 7 × 4 × 3 × 2. ഇവിടെ 2 × 3 6, 6, 4 24, 24 × 7 നമുക്ക് 168 എന്ന് കിട്ടും ആൻസർ. അതായത് ഇവിടെ ഈ 21, 56 എന്നീ സംഖ്യകളുടെ LCM അതായത് അല്ലെങ്കിൽ ലസാഗു എന്ന് പറയുന്നത് 168 ആണ്. ഇനി മറ്റൊരു സംഖ്യ നോക്കാം. 10, 12, 16 ഈ 3 സംഖ്യകളുടെ LCM എങ്ങനെ കാണും? അപ്പോൾ ഇതിൽ കോമൺ ആയിട്ട് വരുന്നത് നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം ഇരട്ട സംഖ്യകളാണ്. അപ്പം നമുക്ക് 2 കൊണ്ട് തന്നെ ഡിവൈഡ് ചെയ്ത് നോക്കാം. 10നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 5, 12നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 6, 16നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 8. ഇനി നമുക്ക് ഇതിൽ കോമൺ ആയിട്ട് പോകുന്നത് ഏതാ? 5ന് കോമൺ ആയിട്ട് പോകുന്നത് ഒന്നുമില്ല. എന്നാലും 6നെയും 8നെയും നമുക്ക് 2 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കാം. 5ന് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. അപ്പം 5 എന്ന് അങ്ങനെ എഴുതാം. 6നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 3, 8നെ 2 കൊണ്ട് ഹരിക്കുമ്പോൾ 4. അപ്പൊ നമുക്ക് ഇവിടെ കിട്ടിയിരിക്കുന്ന സംഖ്യകൾ ഗുണിക്കുക. 2 × 2 × 5 × 3 × 4 എത്രയാ വരിക? 4, 4, 5, 20, 23, 60, 64, 260 × 4 200 LCM = 240 എന്ന് കിട്ടും. ക്ലിയർ ആയല്ലോ? ഇനി മറ്റു 2 സംഖ്യകൾ നോക്കാം. 24, 64 ഈ 2 സംഖ്യകളുടെ LCM എന്താ വരിക? ഇതിന് 24ഉം 64ഉം 8ന്റെ ഗുണിതങ്ങളാണ് അല്ലെ? 8, 8, 24, 24നെ 8 കൊണ്ട് ഹരിക്കുമ്പോൾ നമുക്ക് 3, 64നെ 8 കൊണ്ട് ഹരിക്കുമ്പോൾ നമുക്ക് 8. ഇനി വേണമെങ്കിൽ 8നെ ചെറുതാക്കി 2 കൊണ്ട് ഹരിച്ച് ചെറുതാക്കാം. അപ്പൊ 3, 4 എന്ന് വരും. ഇനി ഇത് മൾട്ടിപ്ലൈ ചെയ്യാം. 8 × 2 × 3 × 4 = 8, 2, 16, 16, 3, 48, 48 × 4 ചെയ്യുമ്പോൾ നമുക്ക് 192 എന്ന് ആൻസർ കിട്ടും. ഇനി ഇവിടെ ഇങ്ങനെ കാണുമ്പോൾ നമുക്ക് 8ന്റെ ഗുണനപ്പട്ടിക അറിയില്ല. ഗുണനപ്പട്ടിക അറിയാവുന്നവർക്ക് ഇങ്ങനെ പെട്ടെന്ന് ചെയ്യാൻ കിട്ടും. ഈ 64നെയൊക്കെ കാണുമ്പോൾ അത് 8ന്റെ ഗുണിതമാണ്, അതുപോലെ ഈ 56 കാണുമ്പോൾ 7ന്റെ ഗുണിതമാണ് എന്നൊക്കെ അറിയാത്തവർക്ക് നമുക്ക് 2ൽ നിന്ന് തന്നെ തുടങ്ങാം. അപ്പൊ ഈ 24, 64 എന്ന ഈ സംഖ്യയുടെ 2 കൊണ്ട് തന്നെ ഹരിച്ചു തുടങ്ങാം. 8ന്റെ ഗുണിതമാണെന്ന് നമുക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ അറിയാത്തവരാണെങ്കിൽ ഇതിനെക്കാട്ടിലും വലിയൊരു സംഖ്യ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് 2 കൊണ്ട് തന്നെ ആദ്യം ഹരിച്ചു തുടങ്ങാം. അപ്പോൾ 24നെ 2 കൊണ്ട് ഹരിക്കുമ്പോൾ നമുക്ക് 12 വരും. 64നെ 2 കൊണ്ട് ഹരിക്കുമ്പോൾ നേരെ പകുതി, 64ന്റെ പകുതി എത്രയാണ്? 32. ഇനി വീണ്ടും ഇതിനെ 2 കൊണ്ട് തന്നെ ഹരിക്കാം. അപ്പോൾ 12നെ 2 കൊണ്ട് ഹരിക്കുമ്പോൾ നമുക്ക് 6 എന്ന് കിട്ടും. 32നെ 2 കൊണ്ട് ഹരിക്കുമ്പോൾ നമുക്ക് 32ന്റെ പകുതി എത്രയാണ്? 16. ഇനി ഇതിനെ വീണ്ടും 2 കൊണ്ട് തന്നെ ഹരിക്കുക. അപ്പോഴോ 6നെ 2 കൊണ്ട് ഹരിക്കുമ്പോൾ 3, 16നെ 2 കൊണ്ട് ഹരിക്കുമ്പോൾ 8. ഇനി ഇത് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കാം. അല്ലെങ്കിൽ 8നെ വീണ്ടും നമുക്ക് ചെറുതാക്കാം. 3, 4 എന്നാക്കാം. മൾട്ടിപ്ലൈ ചെയ്ത് നോക്കുക. അപ്പൊ 2 × 2 × 2 × 3 × 8 എത്രയാണ്? 2, 4, 4, 2, 8, 8, 3, 24, 24 × 8 192 എന്ന് കിട്ടും. അതായത് ഈ സംഖ്യയുടെ LCM = 192 എന്ന് കിട്ടും. ക്ലിയർ ആയല്ലോ? ഇനി ഒരു സംഖ്യ കൂടി നമുക്ക് ചെയ്തു നോക്കാം. 45, 20 ഈ 2 സംഖ്യകളുടെ LCM എത്രയായിരിക്കും? 5ന്റെ ഗുണിതങ്ങളാണ് അല്ലെ? 45നെയും 5 കൊണ്ട് ഹരിക്കാൻ പറ്റും, അതുപോലെ 20നെയും 5 കൊണ്ട് ഹരിക്കാം. അപ്പൊ 45നെ 5 കൊണ്ട് ഹരിക്കുമ്പോൾ എത്ര വരും? 45നെ 5 കൊണ്ട് ഹരിക്കുമ്പോൾ നമുക്ക് 9 എന്ന് കിട്ടും. 20നെ 5 കൊണ്ട് ഹരിക്കുമ്പോൾ നമുക്ക് 4 എന്ന് കിട്ടും. ഇനി
ഇവിടെ ഇതിനെ വീണ്ടും ഹരിച്ചു നോക്കുക. അപ്പോൾ വീണ്ടും ഇനി ഇതിനെ എങ്ങനെ ചെറുതാക്കാം? 9നെ 3 കൊണ്ട് ഹരിക്കാം, പക്ഷെ 4നെ 3 കൊണ്ട് ഹരിക്കാൻ പറ്റില്ല. അപ്പോൾ 3 കൊണ്ട് ഹരിക്കുമ്പോൾ 9, 3 9 ആണ്. 4നെ ഹരിക്കാൻ പറ്റില്ല, അപ്പോൾ അത് അങ്ങനെ തന്നെ എഴുതാം. അപ്പോൾ LCM എന്ത് വരും? LCM ഈക്വൽ ടു 5 ഇൻറ്റു 3 ഇൻറ്റു 3 ഇൻറ്റു 4 ഇങ്ങനെ എഴുതാം. അപ്പോൾ 3 5 15 3 45 45 ഇൻറ്റു 4 45 ഇൻറ്റു 4 നമുക്ക് 180 എന്ന് കിട്ടും. ക്ലിയർ ആയല്ലോ? മറ്റൊരു സംഖ്യ നോക്കാം. 32 16 8. ഈ മൂന്ന് സംഖ്യകളുടെ LCM എങ്ങനെ കാണാം? ഇതിനെ 2 കൊണ്ട് ഹരിക്കുമ്പോൾ 2 കൊണ്ട് 32നെ 2 കൊണ്ട് ഹരിക്കുമ്പോൾ 16, 32ന്റെ പകുതി 16, 16നെ 2 കൊണ്ട് ഹരിക്കുമ്പോൾ 8, 8നെ 2 കൊണ്ട് ഹരിക്കുമ്പോൾ 4. വീണ്ടും 2 കൊണ്ട് തന്നെ ഹരിക്കുക. അപ്പോൾ 16, 16നെ 2 കൊണ്ട് ഹരിക്കുമ്പോൾ 8, 8നെ 2 കൊണ്ട് ഹരിക്കുമ്പോൾ 4, 4നെ 2 കൊണ്ട് ഹരിക്കുമ്പോൾ 2. ഇനി ഇതിനെ വീണ്ടും 2 കൊണ്ട് ഹരിക്കാലോ. അപ്പോൾ 8നെ 2 കൊണ്ട് ഹരിക്കുമ്പോൾ 4, 4നെ 2 കൊണ്ട് ഹരിക്കുമ്പോൾ 2, 2നെ 2 കൊണ്ട് ഹരിക്കുമ്പോൾ 1. ഇനി ഈ സംഖ്യകൾ മൾട്ടിപ്ലൈ ചെയ്യാം. LCM ഈക്വൽ ടു 2 ഇൻറ്റു 2 ഇൻറ്റു 2 ഇൻറ്റു 4 ഇൻറ്റു 2 ഇൻറ്റു 1. അപ്പോൾ ഇവിടെ എത്രയാണ് വരിക? 2 ഇൻറ്റു 2 4, 4 ഇൻറ്റു 2 8, 8 4 32, 32 ഇൻറ്റു 2 64. അപ്പോൾ ഇവിടെ നമുക്ക് LCM 64 എന്ന് കിട്ടും. ഇതിനെ ഇങ്ങനെ 2 കൊണ്ട് ഹരിക്കുന്നതിന് പകരം ഡയറക്റ്റ് ആയിട്ട് നമുക്ക് ഇവിടുന്ന് 8 കൊണ്ട് തന്നെ ഹരിച്ചിട്ട് കണ്ടുപിടിക്കാം. പെട്ടെന്ന് സംഖ്യകൾ കിട്ടാത്തവർക്ക് 2 കൊണ്ട് ഹരിക്കുന്നതായിരിക്കും നല്ലത്. ക്ലിയർ ആയല്ലോ? അപ്പോൾ LCM കാണുന്നത് എങ്ങനെയാണെന്ന് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇതാണ് ലസാഗു അല്ലെങ്കിൽ LCM കാണാനുള്ള ഒരു കോമൺ മെത്തേഡ് എന്ന് പറയുന്നത്. ഈ മെത്തേഡിലൂടെ അല്ലാതെ നമുക്ക് എളുപ്പ വഴിയിലൂടെ ലസാഗു കാണാൻ സാധിക്കും. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. താങ്ക് യു.